IRCTC-യിൽ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് പുതിയ ടാബ് എടുത്തു, irctc.co.in അടിച്ചു, സൈറ്റിൻ്റെ ഹോം പേജ് വന്നു, ലോഗിൻ പേജ്, യൂസർ ID അവിടെ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. നമുക്കിനി ക്യാപ്ച അടിക്കണം. ക്യാപ്ച ഈ ചെയ്യുന്നത് മനുഷ്യർ തന്നെ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്ച അടിച്ചു, ലോഗിൻ ചെയ്തു. ഇൻവാലിഡ് ക്യാപ്ച, കേസ് സെൻസിറ്റീവ് ആണ്. നമുക്ക് അഥവാ വളരെ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ക്യാപ്ച വരും. ദാറ്റ് ഈസ് XPYF6. ലോഗിൻ കൊടുത്തു. ഇവിടെ കാണാം ക്യാൻസൽ ടിക്കറ്റ്, ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ബുക്ക്ഡ് ഹിസ്റ്ററി, ബുക്ക്ഡ് ടിക്കറ്റ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ബുക്ക് ആയോ ഇല്ലയോ എന്നറിയാം. ദെൻ റീഫണ്ട്സ്, പിന്നെ ഇത് പഴയതാണ്. TDR, നമ്മൾ വൈകിപ്പോയിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് TDR ഫയൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി കാശ് അവർ റീഫണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യരുത്. പ്രിൻ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. കടലാസ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് മരങ്ങൾ കൊണ്ടാണ് കടലാസ് ഉണ്ടാക്കുന്നത്. ഇനി ഫ്രം സ്റ്റേഷൻ കൊടുക്കാം. സപ്പോസ് എറണാകുളം അടിച്ചാൽ വരും. ഇല്ലെങ്കിൽ കോഡ് അറിയുന്നുണ്ടെങ്കിൽ PRS മാത്രം അടിച്ചാലും വരും. പയ്യന്നൂർ, PAY, ഒരുപാട് സ്റ്റേഷൻസ് വന്നു ഡ്രോപ്പ് ഡൗണിൽ. അപ്പോൾ അത് സെലക്ട് ചെയ്യാം, പയ്യന്നൂർ. ഇനി ജേണി ഡേറ്റ് കൊടുക്കാം. സപ്പോസ് 22-ാം തീയതിയാണ് എനിക്ക് പോകുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബുക്ക് 20th കൊടുക്കുന്നുണ്ടെങ്കിൽ 20th കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു. ഇനി മേലെ ജനറൽ, പ്രീമിയം, തത്കാൽ, ലേഡീസ്, തത്കാൽ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജനറലാണ്. തത്കാൽ വേണമെങ്കിൽ തത്കാൽ കൊടുക്കാം. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. പ്രീമിയം വേണമെങ്കിൽ തത്കാൽ വേണമെങ്കിൽ പ്രീമിയത്തിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അന്ന് ആ 20-ാം തീയതിയുള്ള ട്രെയിൻസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, ട്രെയിൻ നമ്പർ കാണിക്കുന്നുണ്ട്. ഇനി ക്ലാസ്സസ് 3 ടയർ AC, 2 ടയർ AC, സ്ലീപ്പർ, ചെയർ, കാർ, അങ്ങനെ എല്ലാ 2S, അങ്ങനെ എല്ലാ ക്ലാസ്സും കാണിക്കുന്നുണ്ട്. നമുക്ക് മാവേലി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സ്ലീപ്പർ സെലക്ട് ചെയ്തു. ഇപ്പോൾ 20-ാം തീയതിയിലുള്ളത് ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ബുക്ക് വെയിറ്റ് ലിസ്റ്റ് 80 പിന്നെ 21-ാം തീയതി, 22-ാം തീയതി എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ മാവേലി എക്സ്പ്രസ് പേര് കാണിക്കുന്നുണ്ട്, ക്ലാസ്, സ്ലീപ്പർ, കോട്ട, ജനറൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ എത്ര കാശ് അടക്കണം എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ബേസിക് ഫെയർ 190, റിസർവേഷൻ ചാർജ് 20, എല്ലാം കൂടി 210 രൂപ. ഇനി നമുക്ക് ഏത് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കാം. 20-ാം തീയതിയാണ് കൊടുത്തത്, 20-ാം തീയതി ബുക്ക് ചെയ്യുക. ബുക്ക് നൗ എന്ന ബട്ടണെല്ലാം അമർത്തി ഇനി പേര് കൊടുക്കാം. പേര് ഓൾറെഡി ചെയ്തുകൊണ്ട് അവിടെ ഉണ്ട്. ആദ്യത്തെ ലെറ്റർ മാത്രം അടിച്ചാൽ മതിയാവും. അതുപോലെ ഏജും അതേപോലെ തന്നെ ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക. ഇപ്പോൾ ബർത്ത് പ്രിഫറൻസ് എവിടെ ആയിരിക്കേണ്ടത് നമുക്ക് ഉറങ്ങേണ്ടത്. ഇപ്പോൾ ലോവർ, മിഡിൽ, അപ്പർ, സൈഡ് ലോവർ. ഇപ്പോൾ വയസ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ഒക്കെ ആണെങ്കിൽ മേലെ പോയി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ലോവർ സീറ്റ് തന്നെ നമുക്ക് വേണം. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ടിക്ക് ചെയ്യുക. അത്രയുമായി. ഇനി കുട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കണം. ചൈൽഡ് ബിലോ 5 years. ഇനി വീണ്ടും ക്യാപ്ച ഉണ്ട്, തെറ്റാതെ കൊടുക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ റിഫ്രഷ് അടിച്ചിട്ട് വേറെ ക്യാപ്ച എടുക്കുക. ഇവിടെ ഉണ്ട് റിഫ്രഷ് ബട്ടൺ, ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ബട്ടൺ താഴെയുണ്ട്. അതുപോലെ നമ്പർ കൊടുക്കാൻ മറക്കരുത്. ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ നമ്പർ ഇവിടെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഡയറക്റ്റ്ലി ആളുടെ മൊബൈലിലേക്ക് അത് പോകും, ടിക്കറ്റ് പോകും. ഇനി നെക്സ്റ്റ് ബട്ടൺ താഴെ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു. ഇനി നെറ്റ് ബാങ്കിങ് സംവിധാനം നമ്മുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം, ക്യാഷ് കാർഡ് വേണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. നെറ്റ് ബാങ്കിങ്
സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്ക് ഏതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ട്രാൻസാക്ഷൻ ചാർജ് 10 രൂപ എക്സ്ട്രാ വീണ്ടും എടുക്കുന്നുണ്ട്. ഇനി മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ ബാങ്കിൻ്റെ ലോഗിൻ പേജിലേക്ക് അത് എത്തും. അപ്പോൾ യൂസർ നെയിം കൊടുക്കുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക. ബാങ്കിൻ്റെ അപ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് കടന്നു. ഇനി ഇവിടെ ഒരു കൺഫേം ബട്ടൺ ഉണ്ട്, ആ കൺഫേം കൂടി കൊടുക്കുക. ഇനി വീണ്ടും ഒരു കൺഫേം ബട്ടൺ കൂടി വരുന്നുണ്ട്, അതും കൂടി കൊടുക്കുക. ഇപ്പോൾ ടിക്കറ്റ് ബുക്കായി. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അത് എത്തിയിരിക്കും, ടിക്കറ്റ്. ഓക്കെ, ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടിക്കറ്റ് വന്നതായിട്ട് ഒരു ശബ്ദം വന്നു. ഇപ്പോൾ ടിക്കറ്റ് വന്നതായിട്ട് വീണ്ടും കാണണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ബുക്ക് ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് അവിടെ കാണും. അപ്പോൾ ID കാർഡ് മാത്രം മതിയാവും. ഈവൻ മൊബൈലിന് ഇതും കൂടി കാണിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രം കാണിച്ചാൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. താങ്ക് യു.